പറയിപ്പിക്കാം. അത് മനസ്സിലാക്കിയ ഭർത്താവും മോനും അവര് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ്. ഹേവുമാണ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യണേ. ഹേവിന് മനസ്സിലാവും, ഹേവ് മുന്നാതെ ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് സങ്കടമായി തുടങ്ങും. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ കുറെ ദിവസമായി വ്ലോഗ് ചെയ്യണം വിചാരിച്ച് ചെയ്യാൻ പറ്റാണ്ട് കൂട്ടുമ്പോൾ അങ്ങനെ കുറെ പ്രോഗ്രാംസിന് ഇടയ്ക്കായി പോയി. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് സമയം ഉണ്ടാക്കിയിട്ടൊന്ന് വന്നതാണ്. അപ്പൊ നമ്മള് പെരുന്നാളൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാല് നാളെ മറ്റന്നാൾ വിഷുവായി അല്ലെ. അപ്പൊ എല്ലാവരും വിഷുവിന്റെ പർച്ചേസിംഗിലും തിരക്കിലൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പോരാ, കാരണം നമ്മളിന്നലൊന്ന് പോയി വന്ന് അതേപോലെ രാത്രി 10 മണിയാ തിരിച്ചു. നമ്മളൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് പിന്നെ അന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ ഒരു ദിവസം പോകും. പിന്നെ നാളെ നമ്മള് ഓട്ടമായിരിക്കില്ലേ വിഷുപ്പാച്ചിൽ, പച്ചക്കറി വാങ്ങാനും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ. ഇന്ന് പോയിട്ട് നമുക്ക് പടക്കമൊക്കെ വാങ്ങാം. ഓക്കെ, അപ്പൊ നമുക്കും ഇവിടെ കൊന്നപ്പൂവും എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ ഇങ്ങനെ തെരഞ്ഞു നടന്ന് നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കൊന്നപ്പൂ ഇതൊക്കെ കിട്ടി. അപ്പൊ ഇത്തവണ ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ കൊന്നപ്പൂ ഉണ്ട്. കണിവെള്ളരി കേരളത്തിൽ നിന്ന് വരും. അപ്പൊ കേരള സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഇവിടുത്തെ വില്ലേജിൽ ചക്കയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പൊ മാങ്ങേന്റെ സീസണാണ്. അപ്പൊ വിഷുവിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് റെഡിയാവും. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു കാര്യം പറയാനാണ്. ഇപ്പൊ ഞാൻ സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നു. അപ്പൊ ഇതുവരെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളും, ഒരു 4 മാസം നന്നായിട്ട് അല്ലെ, 2 മാസത്തിലും 3 മാസത്തിലൊന്നും തീരുന്നില്ല ഈ പ്രശ്നം. ഒരു 4 മാസം പനി വേറെ, ടോൺസിലൈറ്റിസ്, 3 months സിവിയർ ഹെഡേക്ക്, പിന്നെ ക്ഷീണം, ഛർദി, സ്മെൽ ഇഷ്യൂ, ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ പോയി. 5-ാം മാസമായപ്പോ ഓരോ ദിവസം എണ്ണി പോയി. 5-ാം മാസമായപ്പോ എന്ത് സംഭവിച്ചു? ബോഡി പെയിൻ അല്ലെ, ഭയങ്കര ബോഡി പെയിൻ. അത് നമുക്ക് കൊറോണ കഴിഞ്ഞിട്ടൊക്കെ ഒരു പനിയൊക്കെ വന്നില്ലേ, ആ സമയത്ത് നമുക്ക് പനി വരുന്ന ടൈമില് അല്ല, ഈ കൊറോണ വന്ന ആ ഒരു സീസണില് അത് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് പനികൾ കുറെ ആൾക്കാർക്ക് ഫീവറൊക്കെ വന്നില്ലേ, ആ ഫീവറിന്റെ ഇടയ്ക്ക് നമുക്കൊരു ബോഡി പെയിൻ വരില്ലേ, ഒരു 2-3 days, ആ സഹിക്കാൻ പറ്റാത്ത ആ പെയിനായിരുന്നു ഒരു 1 month. അപ്പൊ ഭയങ്കര പ്രയാസം. അപ്പൊ അതും കഴിഞ്ഞു 6th month ആയപ്പോ ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് റിലാക്സ്ഡ്. അപ്പൊ പിന്നെ എന്താ പറയാ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഇടയ്ക്കുള്ള ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ സ്കാനിങ് ഒക്കെ പോയി. അനോമലി സ്കാനിങ് ചെയ്തു. അതിലെനിക്ക് വളരെ വളരെ സന്തോഷമുള്ള, മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിച്ചു. എന്താ വെച്ചാൽ സ്കാനിങ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. 5th month സ്കാനിങ് അല്ലേ, അപ്പൊ ഒരുപാട് ടൈം എടുത്തല്ലേ ചെയ്യാം. അപ്പൊ ഡോക്ടർ ഇങ്ങനെ എന്തെങ്കിലും അറിയാം, ആദ്യം ഇങ്ങനെ കൈ ഇങ്ങനെ കുട്ടീന്റെ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഇങ്ങനെ ഇമേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഇവിടുന്ന് ടെൻഷൻ ആയിരിക്കും. ഞാൻ കുറെ നേരം ഡോക്ടർ നോക്കി, ഫൈൻ, കുഴപ്പമൊന്നുമില്ല, അടുത്ത കാലെത്തും. അപ്പൊ ഞാൻ ചോദിക്കും ഡോക്ടർ അല്ല കറക്റ്റ് ആണോ ഡോക്ടർ? കറക്റ്റാണ്, കുഴപ്പമില്ല. അങ്ങനെ ഒരു 10-20 പ്രാവശ്യം ഡോക്ടറോട് ഓക്കെയാണോ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് ടീക്ക് ബേട്ടാ അങ്ങനെ പറഞ്ഞു പോയി. അത് എനിക്ക് എന്താ ടെൻഷൻ. അപ്പൊ ഡോക്ടർ ഈ സ്കാനിങ് കഴിഞ്ഞ ശേഷം എനിക്ക് ഈ സ്ക്രീൻ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ഡോക്ടർ അതെ അത് ശരിയാ. അപ്പോൾ അത് ഇവിടുത്തെ ലാംഗ്വേജ് ഇതാണ്. ടെൻഷനാണ് ആ സമയത്ത്. എനിക്കിങ്ങനെ പടപട ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് ശരിയാണ്. അപ്പൊ ഡോക്ടർ എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് അവസാനം എന്ത് ചെയ്യുന്നറിയാം, അതന്നെ സ്കാനിങ് കഴിഞ്ഞിട്ട് സ്ക്രീനിങ് അത് കറക്റ്റ് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ബേബി, കണ്ടോളാൻ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ആ കളർ സ്ക്രീനില് നമ്മള് ശരിക്കും കളർ സ്കാനിങ് അല്ലേ, മറ്റേതല്ല, കളർ സ്കാനിങ്ങിൽ നമുക്ക് ഇങ്ങനെ ബേബീനെ ഇങ്ങനെ കാണിച്ചു ഫേസ്. അപ്പൊ ബേബി എന്താന്ന് അറിയോ, കുഞ്ഞി കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കളിക്കുന്നു, ഇങ്ങനെയൊക്കെ ആക്കി, പിന്നെ കൈ താഴ്ത്തുന്നു, പിന്നെയും പൊക്കുന്നു, പിന്നെയും താഴ്ത്തുന്നു, അങ്ങനെ കുറേ മൂവ്മെന്റ്സ്. എന്നോട് പറഞ്ഞു ഇതാണ് ബേബീന്റെ ഫേസ് കണ്ടോ, നോസ് കണ്ടോ, ലിപ്സ് കണ്ടോ. സോ ഹാപ്പി ടു സീ ഓൾ ദോസ്. കൈ ഇളകുന്നതും കാലും. അപ്പൊ ഈ കളറിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ബേബീനെ ഭയങ്കര സന്തോഷമായി. എന്നിട്ട് എന്ത് സംഭവിച്ചു, ദിനൂസിനകത്ത് വരാൻ പറ്റിയില്ല. ദിനുവേട്ടനും ഹേമുനും അകത്ത് വരാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടം. അത് എന്ത് പണിയാ കാണിച്ച, എന്നെയും കൂടി വിളിച്ചുകൂടായിരുന്നോ, ഡോക്ടറോട് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ദിനുവേട്ടനെ 1-2 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു അല്ലെ, ഞാൻ അകത്ത് വന്നോട്ടെ അല്ലെ. അവരെ കയറ്റാൻ പാടില്ല, പേഷ്യന്റ് മാത്രല്ലേ.
കയറാൻ പറ്റും. ഡോക്ടർ ഇങ്ങനെ ബേബീനെ കാണിച്ചൊന്നും അറിയുന്നില്ലായിരുന്നല്ലോ, അപ്പൊ ഞാനെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എനിക്കും ആ ഒരു എക്സൈറ്റ്മെന്റ്, ക്യൂരിയോസിറ്റി. ഡോക്ടറാണ് വെയിറ്റ് കൂടാത്തതിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? അത് തുടക്കത്തിൽ എനിക്ക് ഈ നമ്മളെപ്പോഴും ഈ വോമിറ്റിങ്, സ്മെൽ ഇഷ്യൂ ഒക്കെ കാരണം വെയിറ്റ് ഒന്നും ഭക്ഷണം കഴിക്കാനും എനിക്ക് വിശപ്പില്ലായിരുന്നു. ആ 3 months വിശപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര, സാധാരണ ഈ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് പിന്നെ ക്രൈവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന സാധനം വേണമെന്ന് അപ്പൊ തന്നെ കിട്ടണം, അതുണ്ടായിരുന്നു. അതിന് പാനിപൂരി, പിന്നെ എന്തായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുളി ഞാനിങ്ങനെ കുറേ ഇങ്ങോട്ട് കഴിക്കും. പിന്നെ മാങ്ങ ഇഷ്ടം, പിന്നെ എന്തെന്നാ നമ്മളെ ഹോട്ടലിൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്രേവിങ്. അവസാനം ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഹൈദരാബാദി ബിരിയാണി ആണ് അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഇവിടുത്തെ ബിരിയാണി കഴിക്കാൻ നമുക്ക് അത്ര ധൈര്യമില്ല. അപ്പൊ അത് കഴിച്ചപ്പോ അതൊരുമാതിരി കുഴപ്പമില്ല, അങ്ങനെ കഴിക്കുക അതന്നെ. അപ്പൊ എനിക്ക് വിഷമമായി. അന്നേരം ദിനോടനെ എന്ത് ചെയ്തു, അപ്പൊ ദിനോസ് നന്നായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ച് ഡെയിലി ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി തന്നു. അപ്പൊ എനിക്ക് സന്തോഷമായി. അപ്പൊ അതിന്റെ അത് തീർന്നു. പിന്നെ ചോള ഭട്ടൂര്, പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നിയ സാധനം റവ ദോശ, അത് ഭയങ്കര ക്രേവിങ് ആയിരുന്നു. അവിടെ ചെന്ന് റവ ദോശ കഴിച്ചു. അങ്ങനെ ആ ക്രേവിങ്സ് ഉണ്ടെന്നല്ലാണ്ട്, പിന്നെ ഇഡലി എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഇഡലി കഴിച്ചു, അങ്ങനെയൊക്കെ. അല്ലാണ്ട് വേറെ ഒരുപാട് വിശപ്പൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ഗെയിനിങ് അങ്ങനെ നടന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്താ വെയിറ്റ് ഒന്നും ഇൻക്രീസ് ആകാത്ത, 1 കിലോയും കൂടുന്നില്ല, 1/2 കിലോയും കൂടുന്നില്ല. അതിന് 3 months, ഒരു 4 months ഒക്കെ കഴിഞ്ഞു അല്ലേ? 4 months ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ ഒന്ന് മാറ്റി. അപ്പൊ വോമിറ്റിംഗ് ഒക്കെ നിന്ന സമയത്താണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വെയിറ്റിനെ കുറിച്ച് അധികം അങ്ങോട്ട് നമുക്ക് ഓക്കെ, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയില്ല നമ്മൾ ഹെൽത്തിയാണ്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ടാബ്ലറ്റ്സും അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കാനൊന്നും വേണ്ട. ബിക്കോസ് ഡോക്ടർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോ പിന്നെ ജസ്റ്റ് ഫുഡൊക്കെ മാറ്റി. ഇപ്പൊ രാവിലെ കഞ്ഞി കഴിക്കും, പിന്നെ നട്ട്സ്, പിന്നെ നമ്മൾ കഴിക്കാം പയറ്, മുട്ട, പാല്, ഇതൊക്കെ ഇപ്പോഴാണ് ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങി. ഒരു 5 months ഏകദേശം ഹാഫ് ആയിപ്പോ ഇപ്പോഴാണ് കഴിക്കാൻ തോന്നുന്നത്. ഇപ്പോഴും സ്മെൽ ഇഷ്യൂ അങ്ങനെ മാറിയിട്ടില്ല. ഫുഡിനോടുള്ള പ്രശ്നം മാറി. ബാക്കി ഇങ്ങനെ പെർഫ്യൂമിന്റെ സ്മെല്ല്, പൗഡറിന്റെ സ്മെല്ല്, അങ്ങനെ കുറെ സ്മെല്ല് എനിക്ക് പ്രശ്നമാകുന്നുണ്ട്. നമ്മുടെ പാൽക്കാരൻ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പാൽക്കാരൻ. നമ്മൾ ശുദ്ധമായ പാല് കൊണ്ടുവരുന്ന പാൽക്കാരനാണ്. പാല് വാങ്ങിത്തരാം. അപ്പൊ നമ്മുടെ വെയിറ്റിന്റെ കാര്യത്തിൽ അപ്പൊ അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇങ്ങനെ കുറച്ച് ഫുഡാണ് കഴിക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് പ്രാവശ്യം ഇടവിട്ട് കഴിച്ചാൽ മതി. വെയിറ്റ് ഗെയിൻ ചെയ്തോളും. എനിക്ക് ഇപ്പോഴാണ് കുറച്ച് നല്ല ഇൻക്രീസ് ഒക്കെ ആകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ഇല്ലാണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എന്താണെന്നറിയോ, ഫസ്റ്റ് ഡെലിവറിക്കും ഞാൻ ഒരു 50 ആ ഒരു റേഞ്ച് ഒക്കെ തന്നെയായിരുന്നു. ഇപ്പൊ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പ്രോബ്ലംസ് ഇല്ല. ഹേവ് വാസ് ഓൾസോ ഹെൽത്തി. 4 kg ഒക്കെ അവനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ അധികം ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമ്മൾ ഭക്ഷണം കഴിക്കുക, നിറയെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, അത്ര തന്നെ അല്ലേ? പിന്നെ ഞാൻ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ, ഫസ്റ്റ് ട്രൈമസ്റ്റർ പിന്നെ ഒന്നിനും വയ്യ കക്കല്ലേ. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം മൂഡ് സ്വിങ്സ് ആണ് ഗൈസ്. ദേഷ്യമാണ് എൻ്റെ ഏറ്റവും. ദേഷ്യം ഇങ്ങനെ വന്ന് അധികം ദിവസം ഒന്നല്ല, ചില ദിവസം ഒട്ടും വയ്യാണ്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരണുണ്ടായിരുന്നു. അപ്പൊ ആ ദേഷ്യം ഞാൻ എന്റെ ഭർത്താവിനോടാണ് പ്രകടിപ്പിക്കുക. അവര് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ്. ഹേവുമാണ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഹേവിന് മനസ്സിലാവും, ഹേവ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് സങ്കടമായി തുടങ്ങും. അവരോട് ദേഷ്യപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വിഷമാവും. അപ്പോൾ ഇതൊക്കെ കോമൺ ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, എവിടെയാ പോവുക, ഒരു സന്തോഷം കിട്ടും, കുറച്ചുകൂടി ഹാപ്പിനെസ് കിട്ടണം. അങ്ങനെ മൈൻഡ് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവും അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി മോളിൽ പോകുമ്പോ ഞാൻ പറയും, ഇന്ന് ഇതിനോടും ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്, ഗ്രീനറി ആണോ വേണ്ടത്? എനിക്ക് ഗ്രീനറി വേണ്ട, എനിക്ക് മോള് പോണം. ശരി എന്നാ പോയി അവിടെ ചെന്ന് ചുമ്മാ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞു. കുറച്ച് വേറെ ദിവസം കഴിഞ്ഞാൽ ഇന്ന് മോളിലാണ് കൊണ്ട്, ഇന്ന് എനിക്ക് മോളിൽ പോകണം, എനിക്ക് ഗ്രീനറി വേണം. അങ്ങനെ ഓരോ ദിവസം ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പൊ ആ സമയം പുറത്തുനിന്ന് പോയിട്ട് റിലാക്സ്ഡ് ആകണം ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് മാറുന്നുണ്ട്. പക്ഷെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് എങ്ങോട്ടെങ്കിലും പോകണം, എവിടെയെങ്കിലും കുറച്ചിങ്ങനെ ഒരു ഹറിബറി ഇല്ലാണ്ട്. ഇപ്പോഴും ഹറിബറി ഒന്നുമില്ല, ഫ്രീ ആണ്. എന്നാലും ഇങ്ങനെ പച്ചപ്പൊക്കെ ആയി അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. സോ എന്റെ കണവൻ ഇന്നലെ ട്രാവൽ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ദിനേട്ടൻ എന്നെ എവിടെയാണ് കൊണ്ടുപോകാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ വിശേഷങ്ങൾ.
എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാം, പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ എല്ലാവരുടെയും എന്താ വേണ്ടത്, ഇതുവരെ തന്ന സപ്പോർട്ടൊക്കെ ഇനി അങ്ങോട്ട് ഉണ്ടാകണം. അപ്പോൾ ഹാപ്പി ആൻഡ് കൂൾ കാണുന്ന നമ്മുടെ പ്രേക്ഷകരൊക്കെ ഹാപ്പി ഡേയ്സ് വ്ലോഗും സ്വീകരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. പെട്ടെന്ന് തന്നെ കാണാം. ബൈ.